എല്ലാവരുടെയും വിചാരണ കഴിഞ്ഞു. അതിനൊക്കെ ഒരുപാട് കാലമെടുക്കും. ഈ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലം, അല്ലെങ്കിൽ അൽഫസനത്തിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ ഇവിടെ എണ്ണുന്ന 1000 കൊല്ലത്തിന്റെ ദൈർഘ്യമാണ് അവിടുത്തെ ഒരു കൊല്ലത്തിന്, ഒരു ദിവസത്തിന്. അത്തരമുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്ന ദിവസമൊന്നും അവിടെ അല്ല. അവിടെ ഒരു യൗമ് എന്ന് പറയാൻ കണക്കാക്കുകയാണെങ്കിൽ ഇവിടുത്തെ 1000-ഓ 50,000-ഓ കൊല്ലത്തിന്റെ ദൈർഘ്യമുണ്ട്. അത്രയും കൊല്ലമൊക്കെ നിൽക്കണം നമ്മൾ നിൽക്കുന്നത്. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു തആല വിചാരണ ആരംഭിക്കുന്നതിന് വേണ്ടി അല്ലാഹു തജല്ലിയാവാൻ, പ്രത്യക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന ഒരു നിൽപ്പ്, അറ്റൻഷനായി നിൽക്കുന്ന ഒരു നിൽപ്പ്, കാൽപാദം മാറ്റാൻ അനുവദിക്കാതെ നിൽക്കുന്ന ഒരു നിൽപ്പ് ഖുർആൻ പറയുന്നുണ്ട്. ആ നിൽപ്പ് തന്നെ എത്രായിരമോ കൊല്ലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വിചാരണ ചെയ്ത് ആ വിചാരണ ആരംഭിച്ച ശേഷം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു, എല്ലാവരുടെയും വിചാരണ കഴിഞ്ഞിട്ട്, അമ്പിയാക്കന്മാരുടെ വിചാരണ കഴിഞ്ഞ ശേഷം ഉലമാഇന്റെ വിചാരണ കഴിയും. ഉലമാഇന്റെ വിചാരണ കഴിഞ്ഞിട്ട് അള്ളാഹുവിന് ഒരു നിർദ്ദേശമുണ്ട്, ഒരു വിളിയാളം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വരും. ആലിമീങ്ങളും പണ്ഡിതന്മാരുമെല്ലാം പോകാനിരിക്കട്ടെ. തൂക്കം തൂങ്ങി കിട്ടിയവരൊക്കെ സ്വർഗത്തിലേക്ക് പോകൂ എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോകുന്നവർ പോയി കഴിഞ്ഞ ശേഷം എല്ലാ ആളുകളും സ്വർഗത്തിലേക്ക് പോകേണ്ടവർ, റെക്കാർഡിൽ തൂങ്ങിയവരൊക്കെയും സ്വർഗത്തിലേക്ക് അർഹതയുടെ പേരിൽ പോകുന്നവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം അള്ളാഹു പറയും, ഉലമാക്കന്മാർ പോകാൻ നിൽക്കട്ടെ. അമ്പിയാക്കന്മാര് പോയി, സാധാരണക്കാർ പോയി, കുറെ അധികം നന്മകൾ തൂങ്ങിയവർ പോയി. ഇവരൊക്കെ പോയിട്ടും ഉലമാക്കന്മാർ അവിടെ നിൽക്കട്ടെ. എന്തിനാണ്? ഉലമാക്കന്മാർക്ക് ഇഞ്ഞും പണിയുണ്ട്, ഇവിടെ പണി. എന്താണ് അല്ലാഹു തആല പറയുന്നത്? നിങ്ങളെ അവലംബിച്ച് ജീവിച്ച ഒരു ജനതയുണ്ട്, നിങ്ങളെ അവലംബിച്ച് ജീവിച്ച ജനത, നിങ്ങൾ പറയുന്നത് കേട്ട് ജീവിച്ച ജനത, നിങ്ങൾ പറയുന്നതാണ് ദീനെന്ന് വിശ്വസിച്ച ജനത. ആ ജനതയിൽ ആർക്കെങ്കിലും വല്ല കുറവുകളുമുണ്ടെങ്കിൽ, അവരിൽ ആർക്കെങ്കിലും നന്മകൾ തൂങ്ങാൻ വല്ലതും തടസ്സമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് അല്ലാഹു തആല ഉലമാക്കന്മാരോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ റസൂല് പറയുമ്പോൾ ഉലമാക്കന്മാർ അവിടെ ഞമ്മക്കൊക്കെ സാക്ഷിയാക്കാൻ വേണ്ടി നിൽക്കുക, ഞമ്മക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുക.